Morning. Today going to talk about role and objectives of public relation. Public relation എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് റിലേഷൻ. ദ മേജർ ഫംഗ്ഷൻ ഓഫ് പബ്ലിക് റിലേഷൻ ഈസ് ഷേപ്പിംഗ് ദ ഇമേജ്. ഇറ്റ് ജനറേറ്റ് പോസിറ്റീവ് പബ്ലിസിറ്റി ഫോർ ദ കമ്പനി. ദ ഇൻഡിവിജ്വൽ ഓർ ഗവൺമെൻറ് എൻഹാൻസസ് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ. പബ്ലിക് റിലേഷൻ എന്നുകൊണ്ട് മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പിംഗ് ദ ഇമേജ്, ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി കമ്പനിയെ കുറിച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദ ഗവൺമെൻറ് യൂസസ് പബ്ലിക് റിലേഷൻ ടു കീപ് പബ്ലിക് ഇൻഫോംഡ് അബൌട്ട് ദ ആക്ടിവിറ്റി ഓഫ് ഗവൺമെൻറ് ഏജൻസി. ഗവൺമെൻറ് ഏജൻസീസ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ള രീതിയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഏതൊരു ഓർഗനൈസേഷനും അങ്ങനെയാണ്. ഒരു പോസിറ്റീവ് അപ്രോച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്, പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദ കമ്പനീസ് യൂസ് ഇറ്റ് ഹാൻഡിൽ റിലേഷൻഷിപ്പ് വിത്ത് മെനി ഗ്രൂപ്പ്സ് അഫക്റ്റഡ് ബൈ കമ്പനീസ് പ്രൊഡക്റ്റ് ആൻഡ് പോളിസീസ്. കൺസ്യൂമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയീസ്, മാനേജിംഗ് ബോഡി, അവരുടെ ഇടയിലൊക്കെ കമ്പനിയെക്കുറിച്ച് ഒരു പോസിറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാണ്. ഗുഡ് പബ്ലിക് ഇമേജ് not only creates favorable image but also help the entity to achieve the desired objective. അതുവഴി നമ്മൾ എന്ത് ചെയ്യാണ്, അച്ചീവ് ഡിസൈഡ് ഒബ്ജക്റ്റീവ്സ്. മേജർ റോൾസ് ഓഫ് പബ്ലിക് റിലേഷന് മെയിൻ ആയിട്ടുള്ള റോളുകൾ എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻറ്റ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്ലേ എ റോൾ ഓഫ് മെയിൻറ്റെയിനിങ് എ സാറ്റിസ്ഫാക്ടറി ലോങ് ടേം ആൻഡ് ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് പബ്ലിക് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പബ്ലിക്കിൻ്റെ ഇടയിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ്, സപ്ലയേഴ്സ്, നമുക്ക് ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഗവൺമെൻറ്, ബാങ്കുകൾ, നമുക്ക് ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, ക്രെഡിറ്റേഴ്സ്, മറ്റുള്ള കടങ്ങളൊക്കെ തരുന്ന ആൾക്കാർ, അങ്ങനെ അവരുടെ ഇടയിലൊക്കെ കൺസ്യൂമേഴ്സ്, അങ്ങനെവർക്കൊക്കെ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ട്. അപ്പോൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, മേജർ റോൾ എന്ന് പറഞ്ഞാൽ. ഇനി റെപ്യൂട്ടേഷൻ ഓർ ഇമേജ് മാനേജ്മെൻറ്റ്. പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ ഓഫ് എ ഓർഗനൈസേഷൻ ഷേപ്സ് ഇറ്റ് ഇമേജ്. കൺസൾട്ടേഷൻ വിത്ത് മാനേജ്മെൻറ്റ്, ഇറ്റ് ക്രാഫ്റ്റ്സ് ഓവർവ്യൂ ഓഫ് ഹൗ ദ കമ്പനി വാണ്ട്സ് ടു ബി പെർസീവ്ഡ്. എങ്ങനെയാണ് ഈ കമ്പനി അറിയപ്പെടേണ്ടത്? ഒരു പോസിറ്റീവ് ഇമേജ്, ഗോയിങ് ടു പ്രൊജക്റ്റ് എ പോസിറ്റീവ് ഇമേജ്, ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കുക. ഇഷ്യൂ മാനേജ്മെൻറ്റ്. പബ്ലിക് റിലേഷൻ ഐഡൻറ്റിഫൈസ് ആൻഡ് അനലൈസ് ദ പ്രോബ്ലംസ്, ഇഷ്യൂസ് ആൻഡ് ട്രെൻഡ്സ് ദാറ്റ് ക്യാൻ അഫക്റ്റ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസും ട്രെൻഡ്സുകളും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് പബ്ലിക് റിലേഷനിൽ ചെയ്യുന്നത്. ക്രൈസിസ് മാനേജ്മെൻറ്റ്. പബ്ലിക് റിലേഷൻ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ പ്രൊട്ടക്ടിങ് റെപ്യൂട്ടേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ വെൻ ദർ ഇസ് എ നെഗറ്റീവ് ഓർ അൺഫേവറബിൾ ന്യൂമറസ് ആൻഡ് അഡ്വേഴ്സ് പബ്ലിസിറ്റി. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റിയും അതുപോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനും ഉണ്ടാകും. അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഒരു നല്ല ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്തും നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ. റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഈസ് ഐഡൻറ്റിഫൈ കീ പബ്ലിക് ആൻഡ് എസ്റ്റാബ്ലിഷ് സ്ട്രാറ്റജീസ് ഫോർ ബിൽഡിംഗ് മെയിൻറ്റെയിനിങ് മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ്. അതായത് മ്യൂച്വൽ ബെനിഫിഷ്യൽ, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, മ്യൂച്വൽ ബെനിഫിഷ്യൽ ആവുന്ന റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. മീഡിയ റിലേഷൻ. മീഡിയ സപ്ലൈ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പബ്ലിക് റിലേഷൻ മാനേജ്മെൻറ്റ്. PR എസ്റ്റാബ്ലിഷ് ദ ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് മീഡിയ to get favorable publicity, to influence public, change their behavior in the desired direction. അതായത് മീഡിയയുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു ഫേവറബിൾ പബ്ലിസിറ്റി നമുക്ക് മീഡിയയിലൂടെ കിട്ടും. അപ്പോൾ അവരുമായിട്ട് നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. റിസ്ക് മാനേജ്മെൻറ്റ്. പബ്ലിക് റിലേഷൻസ് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്, അലേർട്ട് ദ മാനേജ്മെൻറ്റിനെ അറിയിക്കുക പൊട്ടൻഷ്യൽ ഡേഞ്ചേഴ്സ്, നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് വരുന്ന ഡിക്ലൈന്, കുറവ് വരുന്നത്, സെയിൽസ് കുറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റിനെ ഇൻഫോം ചെയ്യുക. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. പബ്ലിക് റിലേഷൻ സർവീസ് ആൻഡ് മാനേജ്മെൻറ്റ് ടീം ഹെൽപ്പിംഗ് ദ ഓർഗനൈസേഷൻ ഡെവലപ്പ് സൗണ്ട് പോളിസീസ് ദാറ്റ് ആർ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പബ്ലിക്. ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ്റെ മെയിനായിട്ടുള്ള റോളുകൾ എന്നാണ്. ഇൻ ഇഫക്റ്റ് കോപ്പറേറ്റീവ് പബ്ലിക് റിലേഷൻഷിപ്പ് പേഴ്സണൽ പ്രൊഫഷണൽസ് പ്ലേ ദ റോൾ ഓഫ് ഔട്ട്സൈഡർ. അവരാണ്, പ്രൊഫഷണൽസാണ് റോൾ ഓഫ് ഔട്ട്സൈഡേഴ്സിന് ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ദ ബോർഡ് ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ ഒബ്ജക്റ്റീവ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എസ്റ്റാബ്ലിഷ് മെയിൻറ്റെയിനിങ് പ്രൊജക്റ്റിംഗ് ഓർഗനൈസേഷൻ കോപ്പറേറ്റ് ക്യാരക്ടർ ആൻഡ് ഐഡൻറ്റിറ്റി. ഒരു കോപ്പറേറ്റ് ക്യാരക്ടർ ആൻഡ് ഐഡൻറ്റിറ്റി നമ്മുടെ കമ്പനീനെ കുറിച്ച് ഉണ്ടാക്കുക. ക്രിയേറ്റിംഗ് എ സസ്റ്റൈനിങ് അവയർനെസ് അബൌട്ട് ദ കമ്പനി. എപ്പോഴും നമ്മുടെ കമ്പനിയെക്കുറിച്ച് ഒരു അറിവുണ്ടാക്കുക. വിന്നിങ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ ഇടയിൽ ഒരു വിശ്വാസം വളർത്തുക. റെസ്പോണ്ടിങ് ക്രിറ്റിസിസം ഓഫ് ഓർഗനൈസേഷൻ.
ക്രിറ്റിസിസം ഉണ്ടാകുന്ന സമയത്ത് അതിനെ നന്നായിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുക. എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് ഓർഗനൈസേഷൻ. അതായത് പബ്ലിക്കും ഓർഗനൈസേഷനും തമ്മിൽ നല്ലൊരു ചാനലായിട്ട് വർക്ക് ചെയ്യുക. ഗെറ്റിംഗ് കോപ്പറേഷൻ ഫോർ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫോർ അച്ചീവിങ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജനറേറ്റിംഗ് പോസിറ്റീവ് പബ്ലിസിറ്റി ഇൻ മീഡിയ, മീഡിയയിൽ പോസിറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഏർണിംഗ് അവാർഡ്സ്, സർട്ടിഫിക്കേഷൻ ആൻഡ് എൻഡോഴ്സ്മെൻറ്റ് ഫ്രം വേരിയസ് ഓർഗനൈസേഷൻ, അവാർഡ്സ് സർട്ടിഫിക്കേഷനൊക്കെ വാങ്ങുക. റീഎൻഫോഴ്സിംഗ് ബൈ മെയിൻറ്റെയിനിങ് പോസിറ്റീവ് റിലേഷൻ വിത്ത് കീ ഓഡിയൻസ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പബ്ലിക് റിലേഷൻസ് ആസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സൊസൈറ്റി, ബിസിനസ്, ട്രേഡ് യൂണിയൻസ്, ഗവൺമെൻറ് ഏജൻസീസ്, വോളണ്ടറി ഏജൻസി, ഫൗണ്ടേഷൻ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഹോസ്പിറ്റൽസ്, അവരൊക്കെ ആയിട്ട് നമുക്ക് പബ്ലിക് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഗവൺമെൻറ് ഏജൻസീസായിട്ട്, വോളണ്ടറി ഏജൻസി, അവരൊക്കെ ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ടു അച്ചീവ് ദയർ ഗോൾസ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് ഡെവലപ്പ് ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് മെനി ഡിഫറെൻറ്റ് ഓഡിയൻസ്. അവരൊക്കെ ആയിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ. സൊസൈറ്റി മെയ്ഡ് ഓഫ് മെനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് വിച്ച് ഓൺ സൊസൈറ്റി നീഡ്സ് ഓഫ് ഹെൽപ്പ് ഓഫ് PR. പബ്ലിക് റിലേഷൻ അവർക്കൊക്കെ ആയിട്ട് നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യും. മാനേജ്മെൻറ്റ് റിലൈസ് ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി വിജിലൻ്റ് ടു ഡെവലപ്പ് കോൺഷ്യസ് ടുവാർഡ്സ് ഫുൾഫില്ലിംഗ് ലെജിറ്റിമേറ്റ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ. എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് തിരിച്ചറിഞ്ഞിരിക്കണം അവരുടെ റെസ്പോൺസിബിലിറ്റി, വിജിലൻ്റായിട്ട് നല്ല ബോധത്തോടു കൂടി ഇരുന്നിട്ട് അവർ കോൺഷ്യസ് ആയിട്ട് നല്ല ബോധത്തോടു കൂടി ഫുൾഫില്ലിംഗ് ലെജിറ്റിമേറ്റ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കണം. പബ്ലിക് റിലേഷൻ എസെൻഷ്യലി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ സോഷ്യലി ഫിലോസഫി ഓഫ് മാനേജ്മെൻറ്റ് എക്സസ് പോളിസി ഡിസിഷൻസ്. അതായത് ടുഡേ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഓൺലി കൺഫൈൻഡ് മാനേജിങ് പ്രൊഡക്റ്റ്, മെറ്റീരിയൽ, മാൻ പവർ, മണി, മൊബിലിറ്റി. അതായത് അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഗ്ലോബലൈസേഷൻ വന്നു, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, കമ്പ്യൂട്ടറൈസേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഓട്ടോമേഷനൊക്കെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അഡ്വർടൈസിങ് വേഴ്സസ് പബ്ലിക് റിലേഷൻ. അഡ്വർടൈസിങ്ങും പബ്ലിക് റിലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് മീഡിയയാണ്. അഡ്വർടൈസിങ്ങിൽ നമ്മൾ ക്രിയേറ്റിംഗ് പെയ്ഡ് അനൗൺസ്മെൻറ്റ്, ആ കണ്ടൻറ്റ് എന്താണോ അതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ സ്പേസിൽ കൊടുക്കുന്നത് അവിടെ നമ്മൾ കൊടുക്കുന്നു. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പെയ്ഡായിട്ട് നമ്മളത് കൊടുക്കുന്നു. പക്ഷേ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റാണ്. നമ്മളതിന് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നും ചിലവാക്കുന്നില്ല. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക്കിനായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിബിലിറ്റി സിൻസ് റിട്ടേൺ ബൈ കൺസ്യൂമിങ് വിത്ത് നോ ഗ്യാരണ്ടി ആൻഡ് ഇൻ കേസ് ഓഫ് അഡ്വർടൈസിങ് ദെൻ ഗ്യാരണ്ടി. അഡ്വർടൈസിങ്ങിന് നമുക്ക് ഇത്ര കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. നമ്മൾ നല്ല അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ ഇത്രയും ആൾക്കാർ അതിലേക്ക് വരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതേസമയം പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കുറയുകയും കൂടുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത. അഡ്വർടൈസിങ് ഈസ് വാട്ട് യു പേ ഫോർ, പബ്ലിസിറ്റി ഈസ് വാട്ട് യു പ്രേ ഫോർ. അത് പെയ്ഡ് ഫോറാണ്. നമ്മൾ എത്രയാണോ കൊടുക്കുന്നത്, മറ്റേത് നമ്മൾ എത്രയാണോ പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചാണ് പബ്ലിക് റിലേഷൻ്റെ ഫലം കിട്ടുന്നത്. അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള ഫലം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.